തെരുവുനായ പ്രശ്നത്തിൽ സംസ്ഥാനങ്ങൾ മതിയായ നടപടി സ്വീകരിക്കാത്തതിൽ അതൃപ്തി അറിയിച്ച സുപ്രീം കോടതി. തെരുവുനായകളെ വന്ധ്യംകരിക്കുന്നതിലും പൊതുയിടങ്ങളിൽ നിന്ന് നായ്ക്കളെ ഒഴിപ്പിക്കുന്നതിലും വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിലാണ് അതൃപ്തി അറിയിച്ചത്. 1.5 ലക്ഷത്തിലധികം നായകളെ വന്ധ്യംകരിച്ചു എന്ന ജാർഖണ്ഡിന്റെ സത്യവാങ്മൂലത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. കണക്കുകൾ പെരുപ്പിച്ചു കാട്ടാൻ സാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ജാർഖണ്ഡിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? കോടതിയുടെ മറുപടി എന്തൊക്കെയാണ്? കേരളത്തിന്റെ വാദം തുടങ്ങിയോ? ഈ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ പൊതുയിടങ്ങളിൽ നിന്ന് നായ്ക്കളെ ഒഴിപ്പിക്കണം, അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ വന്ധ്യീകരണം അടക്കം നടപ്പിലാക്കണമെന്നതായിരുന്നു സുപ്രീം കോടതി നേരത്തെ നൽകിയ നിർദ്ദേശം. എന്നാൽ ഈ സംസ്ഥാനങ്ങൾ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ അതൃപ്തിയും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം കൃത്യമായ ഇടപെടൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കൂ എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അസമിൽ 2024 ഏകദേശം 1.5 ലക്ഷത്തിലധികം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആ സംസ്ഥാനത്ത് ഒരു തെരുവുനായ കേന്ദ്രം മാത്രമാണ് ഉള്ളൂ എന്നും കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുകയാണ്. അതേസമയം വിവിധ സംസ്ഥാനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജാർഖണ്ഡിൽ 1.6 ലക്ഷം നായ്ക്കളെ വന്ധ്യംകരിച്ചു എന്ന് സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ കണക്കുകളിൽ സുപ്രീം കോടതി ചില സംശയം പ്രകടിപ്പിച്ചു. കാരണം സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെ കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുന്നതായി സംശയമുണ്ട് എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചത്. നേരത്തെ കേരളം ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. കൃത്യമായ ഇത്തരം നടപടികൾ അത് പാലിക്കുന്നതിൽ ചില ആശങ്കകളുണ്ട് എന്നതാണ് സംസ്ഥാനമടക്കം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം തുടരും. സുപ്രീം കോടതി സ്വമേധയായാണ് ഈ തെരുവായ പ്രശ്നത്തിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനങ്ങൾ നടപടികൾ വൈകിപ്പിക്കുന്നതിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സച്ചിൻ. ശരി.